ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെയം ജണി. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞിട്ടുള്ള ന്യൂ ഇയർ, പുതുവത്സരം ആശംസിക്കുന്നു. എന്തായാലും കണ്ണിൽ ഇരുട്ട് വന്ന് കയറി ഒരു കണ്ണടച്ചാൽ അങ്ങനെ ഒറ്റ കണ്ണടച്ചുറങ്ങിപ്പോകും എന്നുള്ളൊരവസ്ഥ. അപ്പോ 12 മണിക്ക് സ്റ്റേ ട്യൂൺ എന്ന് പറഞ്ഞ് രണ്ടാളുകളാണ് നമുക്ക് അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത്. അതായത് ഒന്ന് മമ്മൂക്ക 12 മണിക്ക് എന്ന് പറഞ്ഞിട്ട് 12:00, അതുപോലെ 0:2 എന്ന് പറഞ്ഞിട്ട് ബ ബ ബ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിനിമയുടെ അപ്ഡേറ്റും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സത്യം പറയല്ലോ, ഒന്നുകിൽ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ടീസർ, ട്രെയിലർ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരുന്നു പറഞ്ഞ് നമ്മൾ വൻ കാത്തിരിപ്പായിരുന്നു. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞിട്ടും ഒരു തേങ്ങയും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്ക് അവര് ടീസറും ഗ്ലിംസും തന്നിട്ടില്ലെങ്കിലും വേറെ രണ്ട് സംഗതി തന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ദാവീദ് അതുപോലെ മാർക്കോയുടെ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ദാവീദ് അങ്ങോട്ട് കാച്ചാം. അതായത് 11 മണിയായപ്പോ, 11 മണി എന്ന് പറയാൻ പറ്റില്ല, 10:58 ആയപ്പോ ഒരു സംഗതി അവരങ്ങോട്ട് തന്നു. ദാവീദിന്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും മറ്റേ ബോക്സിങ്ങിന് പോണ സമയത്ത് മറ്റേ വെട്ടിന് പൂത്തിരി കത്തൂലെ, മേശപ്പൂത്തിരി പോലെ, അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയുടെ കിഡിലൻ ബോഡി എന്ന് വെച്ചാൽ നല്ല പണിയെടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇത്ര ബോഡിയൊന്നും പുള്ളിക്കില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പക്ഷെ മലയാളത്തിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള 2025 സിനിമ അവൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹോളിവുഡിലൊക്കെ ഉള്ള ബോക്സിംഗ് സിനിമകൾ പോലെ ഒരു സമ്പൂർണ്ണ ബോക്സിംഗ് സിനിമയാണ് ഇവർ തരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നല്ല ഗംഭീര ഫീലാണ് ഉള്ളത്, സത്യം പറയാലോ. അപ്പൊ ഒന്ന് ദാവീദാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെം ടു യു ബ്രോ എന്നാണ് പറയാനുള്ളത്. അടുത്തത് ബബ്ബബ്ബ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബബ്ബബ്ബ എന്താണ് അവസ്ഥ നോക്കാട്ടോ. ബബ്ബബ്ബ നമ്മുടെ ദിലീപ് ഏട്ടന്റെ ഇനി വരാനിരിക്കുന്ന സിനിമ. അതല്ലാതെ ഒന്ന് രണ്ട് സിനിമകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോ മൊത്തത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഭ ഭ ഭ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. എന്തായിരുന്നു ഭയം, ആദ്യത്തെ എന്തായിരുന്നു ഭയം, രണ്ടാമത്തത് ഭക്തി, 3 ബഹുമാനം. ഭയം, ഭക്തി, ബഹുമാനം. സോ ആ സിനിമയാണ്. ഇവിടെ പോസ്റ്റർ തന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ടീസറോ ട്രെയിലറോ എന്തെങ്കിലും ആകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ തന്നിരിക്കുന്നത് പോസ്റ്ററാണ്. പോസ്റ്റർ തന്നിട്ടുള്ളത് ഒരു ജിപ്സി പോലെ തോന്നുന്ന ഒരു വണ്ടി. ക്ഷമിക്കുക, വേറെ ഏതോ വണ്ടിയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. എനിക്ക് ഒറ്റ മോഡലിൽ കണ്ട ഒരു ജിപ്സി ഫീലാണ് ഉള്ളത്. അതിന്റെ പുറത്ത് നീല കോട്ടൊക്കെ ഇട്ട്, ഒരു കുരിശൊക്കെ ഇട്ട്, കയ്യിലൊരു G-Shock ടൈപ്പ് ഒരു വാച്ചൊക്കെ കെട്ടി, വലത്തെ കയ്യിലൊരു വളയൊക്കെ ഇട്ട്, ഷൂ നല്ല കട്ട ഷൂ, പണ്ടത്തെ നമ്മളെ കയ്യിലൊരു സിഗരറ്റുമായിട്ട് നോക്കി നിൽക്കുന്ന ദിലീപ് ഏട്ടന്റെ ഒരു ഫോട്ടോ. എന്നിട്ട് ഹെഡ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ വേറെ എന്തോ സാധനം കൊടുത്തിട്ട് ഒരു ബബ്ബ എഴുതിയിട്ടുണ്ട്. TN5900. തമിഴ്നാടാണ് പുള്ളിന്റെ പരിപാടി. ഈ വണ്ടി എന്തായാലും തമിഴ്നാട് വണ്ടിയാണെന്ന് പറഞ്ഞത്. TN59 അതേതാ സ്ഥലം നമുക്കറിയില്ല. 100 അതൊക്കെ പൊളി തന്നെയാണ്. പക്ഷെ ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് നമ്മളിങ്ങനെ പറയാൻ വേണ്ട. പക്ഷെ എന്തേ പറ്റും, പറയാതിരിക്കാൻ വയ്യ. അന്ധമാരി ആളുകൾ നമ്മുടെ ബൂംബാങ് പറയുന്ന പോലെ. ഈ പടം കണ്ടിട്ടേ ഇത് സ്ഥിരം ഒരു പരിപാടി ആകുമോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇതിന്റെ ഗ്ലിംസ് പക്ഷെ സൂപ്പർ സാധനമായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. പുള്ളി ഇങ്ങനെ വന്നിട്ട് സാധനമൊക്കെ പിടിച്ചിട്ട് വെൽഡേം പോക്കുന്ന സാധനമൊക്കെ പിടിച്ചിട്ട് സൂപ്പർ സാധനമായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു സിനിമയിലുള്ള തമന്നയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ബാന്ദ്രയാണോ എന്തായാലും അതിന്റെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അത് തോന്നുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ അങ്ങോട്ട് വരട്ടെ. കാരണം പുള്ളിക്കാരന് നല്ലൊരു ഹിറ്റ് വളരെ അത്യാവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോസ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായിരുന്ന സിനിമ. അതിനേക്കാൾ ഉപരി മമ്മൂക്കേന്റെ കൂടെ ആദ്യമായിട്ടാണ് ഗോകുൽ സുരേഷ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് GVM, ഗൗതം വാസുദേവ് മേനോൻ, പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല സിനിമ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് സംസാരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ ഈ CID പരിപാടികൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമഡി മൂഡിൽ പോകുന്ന ഷെർലക് ഹോംസ് ടൈപ്പ് ഒരു സിനിമയാണ് അവർ തരാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് വളരെ മുമ്പ് തന്നെ ഇതിന്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് ഇതിന്റെ ക്രൂ മറ്റു മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ഒരു ഗ്ലിംസ്, ടീസർ എന്ന് വേണമെങ്കിൽ പറയാം, ആ സാധനം
ഉള്ള സൂപ്പർ സാധനമായിരുന്നു. എന്നാൽ മിക്സഡ് റിവ്യൂസ് ആണ് വന്നിട്ടുള്ളത്. പല ആളുകളും അതിന്റെ ക്യാമറ പോരാ അത് പോരാ ഇത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റ് ഇതാണ്. ഏതോ ഒരു കട്ടിലിനോ ഏതോ ഒരു സ്ഥലത്തോ താഴത്തേക്ക് കുനിഞ്ഞു നോക്കുന്ന, തെളിവിന് വേണ്ടി നോക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. പിന്നെ താഴെ പട്ടിയുടെ പൂച്ചയുടെ കാൽപ്പാട് പോലെ എന്തോ കാണുന്നുണ്ട്. അതിനിപ്പോ വേറെ എന്താണെന്ന് അറിയില്ല. അതല്ലാതെ ഒരു ബൈനോക്കുലർ തന്നെയല്ലത്, മറ്റേ സാധനം. ആൻഡ് ബൈനോക്കുലർ, അതെ. പിന്നെ അവിടെ ഒരു ലെൻസ് കാണുന്നുണ്ട്. അതല്ലാതെ ഒരു ലേഡീസ് പേഴ്സ് കാണുന്നുണ്ട്. ഒരു സിമ്മ് കാണുന്നുണ്ട്. പിന്നെ ഒരു കത്രിക കാണുന്നുണ്ട്. അതല്ലാതെ പഴയ നോക്കിയ തന്നെയാണെന്ന് തോന്നുന്നു. നോക്കിയ 11 ആണോ, എന്തായാലും നോക്കിയയുടെ ഒരു ഫോണ് കാണുന്നുണ്ട്. അതല്ലാതെ ഒരു ഹെഡ്സെറ്റ് കാണുന്നുണ്ട്. ഇയർഫോൺ ഹെഡ്സെറ്റ്, ഓക്കെ. അതല്ലാതെ ഒരു പൂച്ചേന്റെ വാല് കാണുന്നുണ്ട്. പേർഷ്യൻ ക്യാറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതെല്ലാം ശരിക്കും കാണുന്നില്ല, കുറച്ച് ഭാഗം കാണുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി ഇൻ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, എ ഗൗതം വാസുദേവ് മേനോൻ ഫിലിം ഇൻ സിനിമാസ് വേൾഡ് വൈഡ് ജാനുവരി 23. പടം 29 പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ജനുവരി 12 എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 23 ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ജനുവരി, അതായത് ഇപ്പൊ 1-ാം തീയതി ആയല്ലോ, 2025 ആയല്ലോ അല്ലെ. 2025 ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളും സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക് ആൻഡ് കമന്റ്. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മൾ പരിപാടിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ജനുവരി 23-ാം തീയതി നമ്മുടെ സ്വന്തം ഇക്ക ഈ സിനിമയിലൂടെ ഒരു പൊളിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് ഹിറ്റുകൾ മാത്രമാണ് 2024 കുറച്ചായിട്ട് പുള്ളിക്കാരൻ തന്നിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ട്, ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ട്, സൂപ്പർ ഹിറ്റുകൾ ഉണ്ട്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ടർബോ ഒക്കെ കൊമേഴ്ഷ്യൽ ഹിറ്റാണ്. അപ്പോൾ അങ്ങനെ ഹിറ്റുകൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ പല ജോണേഴ്സ് തന്നിട്ടുണ്ട്. കാതൽ, കോർ, അതല്ലാതെ റോഷാക്ക് മറ്റൊരു ജോണർ, അതുപോലെ ഹൊററിലുള്ള ഒരു സാധനം, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യുനോ, ഞാൻ പറഞ്ഞത് പടം മനസ്സിലായില്ല, പേര് പോലും പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പടം, ബ്രഹ്മയുഗം, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ വേറെ ഒന്നൊരു ടർബോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫിലിം, അങ്ങനെയൊക്കെ വൻ പരിപാടികളാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുള്ളത്. 2025 വളരെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നതും. എന്നാൽ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന ഒരുപാട് വലിയ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ലാലേട്ടന്റെ ഒരു പക്ഷെ ഏറെക്കുറെ തീരുമാനമായിട്ടുമുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ ഈ അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ് കൺഫേം ആയിട്ടുള്ള സിനിമ, അത് ഏതൊക്കെ ജോണറിലാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷയോടെ തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണ്. എന്തായാലും ജനുവരി 23 അതിന്റെ ആദ്യത്തെ വിജയത്തോടുള്ള കാലത്താകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ജനുവരിയിൽ കുറേ സിനിമകളും കുറേ അപ്ഡേറ്റുകളൊക്കെ വരാനുണ്ട്. എന്തായാലും വരട്ടെ. നാളെ ഇനിയിപ്പോ മാക്സ് ഇവിടെ കേരളത്തിൽ റിലീസാണ്, കിച്ച സുദീപ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഐഡന്റിറ്റി റിലീസാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ജനുവരി 10-ാം തീയതി കുറെ പടങ്ങൾ, വിടാമുയർച്ചി അടക്കം ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ആൻഡ് മാർക്കോ എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചാൽ 2024 ഏറ്റവും കൂടുതൽ മലയാള ചിത്രം വെച്ച് നോക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു വൻ പോക്ക്, ജെറ്റ് പോണ പോലെ വൻ പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന് പറഞ്ഞുള്ള സിനിമ. ചെറിയ കണ്ണുകടികളും പല്ലുകടികളും കല്ലുകടികളും ഒക്കെ ആയിട്ട് ചെറിയ നെറ്റൊക്കെ അവിടെ കേൾക്കുന്നില്ല. പടം ഒരേ പോക്ക, ഡൗൺ ആയിട്ടില്ല. അപ്പൊ പിന്നെ 2025 തുടങ്ങുമ്പോഴും ജസ്റ്റ് അതൊന്ന് പറയണല്ലോ. മാത്രമല്ല അവരൊരു പോസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇൻട്രോ സീനിൽ മാർക്കോ ജൂനിയർ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രം ആ കാർ ഇങ്ങനെ കുലുങ്ങുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു പട്ടിനെ കുടിക്കുന്നു, വായനെ പൊളിക്കുന്നു. ഒരൊറ്റ പൊളിയാ. മറ്റേ ജുറാസിക് പാർക്കല്ലോ, കിങ് കോങ്ങിനാണ് തോന്നുന്നു അല്ലെ. കിങ് കോങ്ങില് മറ്റേ ഡൈനോസറിന്റെ വായ പിടിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ ആട്ടി നോക്കുന്ന സീനുണ്ട്. ആ ആട്ടി നോക്കുന്ന ഒരു കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിക്കും കിങ് കോങ് വരുന്ന പോലെ ഒരു വരവ് വന്നിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ, സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പോസ്റ്ററാണ് പുള്ളിയോട് തന്നിട്ടുള്ളത്. മറ്റേ ഹാപ്പി ന്യൂ ഇയറും. അയ്യോ, ചോര കളിയും ഇത്രയും വയലൻസ് കാണിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ ആയി. അല്ല പിന്നെ ഉണ്ണിമാമന്റെ ഒരു കഥകളി അന്തമാരി ആൾക്ക് എന്താ അറിയില്ല. ഭൂമിപാങ്ക് ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളൂ, വെറുതെ എന്നോ 12 മണി ആക്കേണ്ട എഴുതിയിട്ട്. അപ്പൊ വായുന്നത് പോലുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ 2025 മക്കളെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.